ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ മഴയത്ത് അത്രയും സ്പീഡിൽ കാർ ഓടിക്കാനേ പാടുള്ളതല്ലായിരുന്നു. പക്ഷേ അച്ഛൻ്റെ നിർബന്ധം മൂലം ഞാനതൊന്നും ഓർത്തില്ല. പെട്ടെന്നാണ് ഒരു കാർ ഏതോ ഒരു ദിശയിൽ നിന്ന് മുന്നിൽ വന്ന് പെട്ടത്. എന്റെ വർഷയ്ക്കും ഇതുപോലെ ഐസ്ക്രീം വളരെ ഇഷ്ടമായിരുന്നു. ശ്യാമേ, ഈ പ്രേമമുണ്ടല്ലോ, അതെന്റെ ജീവിതത്തില് ഒരിക്കലും ആരോടും തോന്നിപ്പിക്കരുതെന്ന് പ്രാർത്ഥിച്ച ആളാ ഞാൻ. ഓഹോ, എന്തോ എനിക്ക് ആ ക്ലേശ ഏർപ്പാടിനോട് ഒരു താല്പര്യമില്ല. പ്രണയത്തിന് സന്തോഷം മാത്രമല്ല, ഒരുതരം വേദനയുണ്ട്. ആ, ഇത് കേൾക്കാനാ ഞാൻ ഈ ടോപ്പിക് എടുത്തിട്ടെ. എന്നിട്ട് പറ, കേൾക്കട്ടെ. എവിടെ നോക്കിയോടെ നടക്കുന്നേ? ഓ, നീയായിരുന്നു. അപ്പൊ മനപ്പുറം ചാടിയതല്ലേ? തന്നെ ഇടിച്ചിട്ട ശേഷം എന്നെ കേസിൽ പ്രതിയാക്കാൻ അല്ലേ? മാറോ വണ്ടിയുടെ മുമ്പിൽ നിന്ന്. ശ്യാമേ, എന്താ ഇത്? ദേവികെ, ഇവ മനപ്പുറം ചാടിയതാ. ഇവന് ഞാൻ ശ്യാമേ, അളിയ, ഇതാണ് ശ്യാമ. എന്ത് പറ്റി? എന്തിനാ നിങ്ങൾ കരയുന്നത്? ശ്യാമ ഒന്നും ചെയ്തില്ലല്ലോ. ഇതൊക്കെ ഇവന്റെ അടവാ. എന്താ ശ്യാമി ഇത്? അയാളാകെ തകർന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. പഴയ പകയെന്ന് വെച്ച് അയാളോട് പെരുമാറരുത്. നിൽക്ക്, ഞാൻ കാര്യം ചോദിക്കട്ടെ. ദേവികെ, വേണ്ട. ശ്യാമി, പ്ലീസ്. എന്തിനാ നിങ്ങളിങ്ങനെ നടക്കുന്നത്? നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? ശ്യാമ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദേവികെ, വന്ന് വണ്ടി കയറിക്കേ. ഞാൻ പറയുന്നൊന്ന് കേട്ടിട്ട് പോ. ഒന്നും പറയണ്ട. ശ്യാമേ, വേണ്ട. ശ്യാമേ, അയാൾക്ക് പറയാനുള്ളത് പറയട്ടെ. അല്ല, അത് വിവരത്ത് നിനക്ക് മനസ്സിലാവൂല, അവൾക്ക് മനസ്സിലാവും. ഇനിയെങ്കിലും ഒന്ന് കേക്ക്. നീ ഒരു മാങ്ങ തോനിയും പറയണ്ട. മാറി കിടങ്ങോട്ട്. ശ്യാമേ, ശ്യാമേ, പ്ലീസ്, ഞാൻ പറയുന്നത് കേക്ക്. ശ്യാമേ, ഞാനൊന്നും പറഞ്ഞോട്ടെ. മാറങ്ങോട്ട്. ശ്യാമ, ഞാൻ പറയുന്ന കേട്ടിട്ട് പോ. ശ്യാമേ, എടാ, തുറക്ക്, ഗ്ലാസ് ആക്ക്. ശ്യാമേ, എന്റെ വർഷ പോയി. നിന്റെ പഴയ ചെങ്ങാതിയല്ലേ? ഒരുമിച്ച് പഠിച്ചവള് അവിടെ പോയടാ, പോയി. വർഷ, വർഷ. ശ്യാം, അയാൾ ശ്യാമിനോട് എന്തോ പറയാൻ മുതിർന്നതാ. അയാൾ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. നീ വന്നപ്പോ ഏതോ പാട്ട് FM-ൽ കേട്ടില്ലേ? ആ പാട്ട് കഴിഞ്ഞു.
ഇനി ഒരു പാട്ടും വേണ്ട. വന്ദന, ചില സംശയങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല. രാജീവ് സാറിന്റെ അപകട സമയത്ത് എന്തവിടെ നടന്നെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതൊക്കെ ഞാൻ വന്ദനയോട് വിശദമായിട്ട് പറഞ്ഞതല്ലേ. ഞാൻ പറഞ്ഞില്ലേ, എത്ര ആലോചിച്ചിട്ടും ചില സംശയങ്ങൾ ബാക്കി കിടക്കുന്നു. അപകടത്തിന് മുമ്പുള്ള ശരിയായ ചിത്രം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഓർമ്മയുള്ളത് വേണമെങ്കിൽ ഞാൻ വീണ്ടും പറയാം. അപകടം നടന്ന ദിവസം നല്ല മഴയുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് കാർ പഞ്ചായത്ത് ഓഫീസിലെത്തിക്കാൻ അച്ഛൻ ധൃതി കൂട്ടിക്കൊണ്ടിരുന്നു. എടേ വയസ്സായി എനിക്ക് പോലും ഈ റോഡ് നന്നായിട്ട് കാണാം. ഒന്നുമില്ല, നീ ചവിട്ടി വിട്, അല്ലെ നീ ഇങ്ങോട്ട് ഇറങ്ങ്, ഞാൻ ഓടിക്കാം. വേണ്ടച്ച, ഞാൻ തന്നെ ഓടിച്ചോളാം. അതെന്തിനാ പഞ്ചായത്ത് ഓഫീസിലെത്താൻ അച്ഛൻ ധൃതി കാണിച്ചത്? അന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കേണ്ട ദിവസമായിരുന്നു. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ വളരെ താമസിച്ച. ധാരാളം ഫോൺ കോളുകളും അച്ഛന് വരുന്നുണ്ടായിരുന്നു. അതിനാൽ കാർ ഓടിച്ചിരുന്നത് കുറച്ച് സ്പീഡിലായിരുന്നു. ആ മഴയത്ത് അത്രയും സ്പീഡിൽ കാർ ഓടിക്കാനേ പാടുള്ളതല്ലായിരുന്നു. പക്ഷേ അച്ഛൻ്റെ നിർബന്ധം മൂലം ഞാനതൊന്നും ഓർത്തില്ല. പെട്ടെന്നാണ് ഒരു കാർ ഏതോ ഒരു ദിശയിൽ നിന്ന് മുന്നിൽ വന്ന് പെട്ടത്. മാനത്തെ കൊട്ടാരം